അങ്ങനെ ഞങ്ങൾ അടുത്ത യാത്രയിലേക്കുള്ള പുറപ്പാടിലാണ്. എങ്ങോട്ടാ പോണ്? ലൊക്കേഷൻ നമ്മള് പ്ലാൻ ചെയ്ത 13 കിലോമീറ്റർ പറഞ്ഞത്. എത്ര ഡിസ്റ്റൻസ് കോട്ടക്കൽ ഇപ്പോൾ സമാധാനിന്റെ ഫോട്ടാണ്. മക്കളെങ്കിൽ എങ്ങോട്ടാപ്പം പോണ്? എവിടുക്ക പോണെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചു. ആദ്യം എവിടുക്കാണ്? ആദ്യം നമുക്ക് നാടിമലാണ് ആദ്യം വരല്ലേ? ചോറുമീനാണ് ആദ്യം. ചോറുമീൻ കുറ്റിപ്പുറത്താടോ? അല്ലല്ലോ, അവിടെ ഇനി എക്സിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇറങ്ങാൻ, ഇല്ലെങ്കിൽ നമുക്ക് നേരെ പോകും. അല്ല അത് നമുക്ക് ഇനി എക്സിറ്റ് അടിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ അത് പുത്തനത്താണിയാ. രണ്ടത്താണിയല്ലേ? രണ്ടത്താണി എത്തിയോ? ജിഞ്ഞുള്ള എക്സിറ്റ് എടുത്തോ? എക്സിറ്റ് നോക്കാതെയോ? കുറച്ച് പോകേണ്ട ആവശ്യം കേട്ടോ. അല്ലടാ, ഇതിന്റെ ഇപ്പൊ ഫാസ്ടാഗ് എടുക്കണെങ്കിലേ പിന്നെ വേറെ പുതിയ നമ്പറിൽ എടുക്കാൻ പറ്റുമോ? പുതിയ ഫാസ്ടാഗ് നമുക്ക് പുതിയ എടുക്കാം, അപ്പൊ സ്പോട്ടിൽ എടുക്കാം. അപ്പൊ പറ്റും. അപ്പൊ എന്റെ നമ്പറിലൊന്നും എടുത്താൽ മതി. ഓക്കെ. ഫാസ്ടാഗ് വണ്ടിന്റെ അതിലാണോ കിട്ടിയില്ലെങ്കിൽ വണ്ടി നമ്പർ ആയിട്ട് ലിങ്ക് ചെയ്യാം. പുതിയ എടുത്താലേ പഴയത് കട്ടോ ഓട്ടോമാറ്റിക്. ഇതെന്താ പ്രശ്നം അറിയോ? ഇത് മെഞ്ഞാന്ന് ഇത് കുടുങ്ങി. അതായത് മറ്റേ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ലിസ്റ്റഡ് ആയി കൊണ്ടിരിക്കാവുന്ന. ഞാൻ സാധാരണ പോകാറില്ല, ഞാൻ ഒരു ആവശ്യം ഉണ്ടായിട്ട് പോയത്. അപ്പൊ ഞാൻ വിളിച്ചു ഓലെ മറ്റേ പൂവൽച്ചിന. എന്ത് സ്ഥലം പൂവൽച്ചിന? ഞാൻ ബാങ്കിനെ വിളിച്ചപ്പോ പറഞ്ഞു ഒരാഴ്ച എടുക്കും മിനിമം അപ്ഡേറ്റ് ചെയ്യാൻ. മാത്രല്ല അവർക്ക് 200 രൂപയും കൊടുക്കണം സർവീസ് ചാർജ് ആയിട്ട്. ഇനി നമ്മൾ അപ്പുറം സൈഡാണ് പോകേണ്ടത്. റിവേഴ്സ് പോയിട്ട് കത്തിയുള്ള സ്ഥലത്തിൽ ഉണ്ടാവണം. റിവേഴ്സ് ഇല്ലല്ലോ, യൂട്ടേൺ എടുത്തോ? അല്ല, നാടിമല അപ്പുറത്തുള്ള അതാ നാടിമലം കിച്ചനും. അത് ഒറിജിനൽ ആണോന്ന് അറിയില്ല. നാടിമല ബാക്കിൽ എന്റെ ബാക്കിൽ ഷോപ്പാണ്, ഞാൻ പോയി കഴിച്ചത്. ഇവിടെ തന്നെ ആക്ച്വലി നാടിമല വെളുത്തുള്ളി, ചക്കര, തേങ്ങ എല്ലാം അരച്ചിട്ടുള്ള ഒരു സാധനം. പേര് മാത്രം നാടിമല, അതിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. ആദ്യം പറയണേ, ഒരു ബലം ഉണ്ടാവില്ല. എനിക്ക് നല്ല ചെറിയുള്ളിയും ഇതൊക്കെ എടുത്ത് കഴിച്ചൂടാ. ഇനി ഒരു സാധനം അമ്മ എനിക്ക് തോന്നുന്നുണ്ടോ വെറുതെ കുത്തിരിക്കുന്നത്? രാവിലെ ഒരു സാധനം, ഉച്ചക്ക് ഒരു സാധനം. നേരെ പമ്പ് ലെഫ്റ്റ് അങ്ങനെ നാഡീബലം മേടിക്കാനുള്ള യാത്രയിലാണ്. നാടിക്ക് ചെറിയൊരു നാഡീബലം വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പൊ വ്ളോഗിങ് ആട്ടോ. ഇതും മധുരാട്ടോ നീക്കുക. വാരി വെച്ച് തിന്നോ, ചോറിനായില്ല. ഏറ്റവും നല്ല തിന്നാ അതിന്റെ പാറ്റന്റ് എടുത്തിട്ടുള്ള നമ്മള് കേൾക്കണല്ലേ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ്. ഒരു പ്രാവശ്യം മറ്റേ ഇവൻ കൊണ്ടുവന്നിരുന്നു. നമ്മള് തിന്നില്ല, എനിക്കും കിട്ടിയില്ല. അതിന്റെ വേറെ ടൈപ്പാണ്. ഇന്നലത്തെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ നല്ല ഭയങ്കര മധുരാണ്. അതേമാതിരി സാധനം 2-3 തിന്നപ്പോ എനിക്ക് എന്തൊക്കെ മസ്തായി. ചക്കരാണ് സാധാരണ 2-3 തിന്നാത്താണല്ലോ. ഞാനിപ്പം ഒരു 1.5 മാസമായിട്ട് ഫുൾ പള്ളിന്റെ അടുത്താണ്. 6 മാസം കൊണ്ട് കുറച്ച വയറ് ഇതൊന്നുമല്ല, കടത്തല്ല, ഇത് കടല്ല, കടകളാണ്. കിച്ചണാണോ അല്ലേ? എത്രത്തോളം നാടിപ്പോയൊക്കെ ഇത് പിന്നെ ഒന്ന് തുടങ്ങിയാ പിന്നെ ഒരുത്തൻ എന്തെങ്കിലും തുടങ്ങി ഒന്ന് ക്ലച്ച് പിടിച്ചാ പിന്നെ 10 എണ്ണം അതേമാതിരി അപ്പുറത്ത്. കട ഉണ്ട്, അടിക്കറിയില്ല. ഓട്ടോറിക്ഷ എടുത്ത വണ്ടി വന്നിട്ട് അടിക്ക് നടന്നിരിക്കുന്നു. രണ്ടത്താണ് ആ ചോപ്പ് കാറില്ലേ, അതിന്റെ അടുത്താണ്. നാടിക്ക് ബലം കിട്ടില്ല. എല്ലടോ, ചോറും മീനിലും ചോറ് കഴിഞ്ഞു പോവോ? ചില മീനുകളൊന്നും കിട്ടില്ല. മീനില്ലാതെ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണ്? നാടിബലം മിഠായി ഈ കടതാ, ഈ ലൈഫ് ലൈൻ ഇവിടെ ഇപ്പൊ വഴി ബ്ലോക്ക് ആവില്ല.
ടേസ്റ്റ് നാഡീബലം മേടിക്കാനുള്ള യാത്രയിൽ മിസ്റ്റർ നെയ്ബോ തിരിച്ചു വരാ. അതൊക്കെ നാഡീബലം സാധനം വന്നിക്കുന്നു. അതായത് ബിലോ 20 ഒക്കെ ഇതിലാവും പോലെ 40-60 ചവിട്ടണതിനനുസരിച്ചാ 100 ഇവി പോവാ. അതൊക്കെ കൊടുത്താൽ മതി. ഫെദർ ടച്ച് നമുക്ക് മാക്സിമം ഈ പോയാൽ മാക്സിമം ഫ്യൂവലിലേക്ക് എഫിഷ്യൻസി കിട്ടണ പോലത്തില്ലേ. പെട്രോൾ വെറുതെ നമുക്ക് കത്തിക്കണ്ട. അത് തിരക്കിട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെ, നമ്മൾ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശത്തിലും പോവല്ലോ, വെറുതെ പോവാ. മസ്ജിദുൽ ഹുദ പേരും റൈറ്റ് എത്തിപ്പോയി. അത് ആ മറ്റേ ഒളിമ്പസ് ഇല്ലയോ ഫസ്റ്റില് 73-74 ലക്ഷം റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് 1.40. നമ്മൾ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. നാഡീബലം മേടിച്ചുകൊണ്ട് അടുത്ത എങ്ങോട്ടാണ് ചോറും മീനും കഴിക്കാൻ കുറ്റിപ്പുറത്തോട്ടുള്ള യാത്രയിലാണ്. നാടിക്ക് ബലം നാടിവെള്ളം എങ്ങനെ കഴിച്ചിട്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചില്ല. കഴിച്ചില്ല. ഞാനേ ചോറും നാളോട് നാടിബലം കഴിച്ചു കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ കഴിയില്ല. ഇവിടെ അതും പോവും ചോറും പോവും. അല്ലടാ അവിടെ എന്താ മീനുണ്ടാവും അവിടെ മെയിനായിട്ട്? കാളാഞ്ചി കാളാഞ്ചിയോ? കാളാഞ്ചി വേണം. മറ്റേ ഹമൂർ കിട്ടോ? പിന്നെ പൈസ വയ്ക്കാതെ കയറിയാ തുണ്ടി പൊളിഞ്ഞു വരും. ബ്ലോഗാ ഒരു പൈസ നല്ല പൈസ നല്ല റേറ്റ് കൂടുതലാന്ന് പറഞ്ഞു. നീ മരിച്ചിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? ജോർദാനിൽ കുറച്ച് ദിവസം മുന്നേ കുറെ ആൾക്കാർ മരിച്ചു. അല്ല അതല്ലാതെ ഇപ്പൊ ഇന്നലെ കയറിയാണ്ട് ജോർദാനിൽ അടിച്ചു. പിന്നെ ഏതാവര് ഇറാഖിന്റെ സൗദിയിൽ അടിച്ചിട്ടുണ്ട്. ഇറാഖിന്റെ മിലീഷ്യ ഇവര് IRGC സപ്പോർട്ട് ചെയ്യുന്ന ടീം ഇറാഖിന്ന് പ്രോക്സി ടീം ഇറാനിന്ന് സൗദിയിൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് സൗദി കയറി അങ്ങോട്ടും അടിച്ചു. ഇറാഖിൽ അടിച്ചു. ഇറാഖിൽ പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലായി. പൂരപ്പറമ്പിലുള്ള വൈര അതിന്റെ ഒരേ ആൾക്കത്തെ ഊത്തികൾ ഇങ്ങോട്ട് വിടുന്നു. ശരിക്കും ഊച്ചല് ശരിക്കും ഇറാന്റെ ഭാഗമാണ്. പിന്നെ വേറെ ഒരു മറ്റേ സാധനം അടിച്ചില്ലല്ലോ. ഹമാസിന്റെ അടുത്ത് കഴിഞ്ഞു. ഹമാസ് ഓൾറെഡി ഇതിൽ നിന്നൊക്കെ മാറില്ല. അവിടുത്തെ ഭരണത്തിനൊക്കെ മാറി. ഇനി ഓൽക്കില്ല ഒന്നുമില്ല. അത്രയും ഇനി 12 ടൈം കൊടുക്കും. അതേമാതിരി ഹിസ്ബുല്ലി കൊറേയൊക്കെ സൈഡായിരുന്നു. ഇപ്പൊ ആ കൂത്തികളാണുള്ളത് വരെ കൂടുതല്. കുട്ടികൾ ഇത്രയും കാലം ഇറങ്ങിയില്ലേ, ഇപ്പോഴാണ് അടിപൊളി. പക്ഷെ മാത്രം പോരാ. ആര് പറഞ്ഞു? കൂത്തികളുടെ അടുത്ത് അമേരിക്ക ഒരു അടയറ് പറഞ്ഞ ഓരോരുത്തർ എഗ്രിമെന്റ് ഉണ്ടാക്കി ചെയ്ത മുമ്പത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് മുമ്പിലുണ്ടോ അല്ല ഇറങ്ങാനല്ല ലെഫ്റ്റ് കളിപ്പിച്ചോ. കുഴപ്പമില്ലടാ, UPI പറഞ്ഞാൽ മതി. നമ്മളവിടുത്തെ വിടലുണ്ട്. ഇവിടെ ഇന്നലെ മറ്റേ മൊത്തം ആംബുലൻസുകാർ ഇറങ്ങിയിട്ടുണ്ടോ ഫുള്ള്. ആംബുലൻസിൽ കേട്ടോ ഇത് ടോളില്ല. ഇല്ല പക്ഷേ ലേറ്റ് അല്ല, അവർക്ക് ചെറിയ നാരോ റൂട്ട് കൊടുത്ത് ബൈക്കും ഇതൊക്കെ പോണേ ആംബുലൻസിന് വേണ്ടിട്ട്. ഇവിടെ ലെഫ്റ്റ് വണ്ടി നിർത്തുന്നുണ്ട്. പിന്നെ നോക്കാൻ പറ്റും. ശരിക്കും ഉണ്ടാവല്ലോ ടോളിന്റെ മുമ്പായിട്ട് ടീമുകൾ ഉണ്ട്. അവിടെ ഇല്ല. ചങ്ങായി ഇത് പറഞ്ഞായി വണ്ടി ടോള് ചാലാവോ എടുക്കുവാ? ഇത് ബ്ലാക്ക് പേയ്മെന്റ് ഉണ്ട്, പൈസ ഉണ്ട് പറഞ്ഞായി. അത് പറഞ്ഞു നോക്ക്. എന്താ പറഞ്ഞു നോക്ക്. ഇല്ല ഞാൻ കളിച്ച കളി മൊത്തം ഞാൻ നോക്കി. നാടി പോലെ 100 രൂപ ആഡ് ചെയ്താ ഞങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? UPI എന്താന്ന് പറഞ്ഞു? 162,500. സാധാരണ ഗതിയില്
നമ്മളെ 3000 ഉണ്ടെങ്കിലല്ലോ 40 റുപ്യ 45 റുപ്യ 162 റിട്ടേൺ വരാണെങ്കിൽ നീ എത്ര ഉണ്ടാച്ചാൽ നീ 50 എടുക്കുള്ളൂ. 180 ഇത് ഇനി വേഗം പോയി റീചാർജ് ചെയ്യട്ടോ. ഫാസ്റ്റ് സ്പോട്ട് ആക്ടിവേഷൻ. ഈ പയ്യന്മാർ കള്ള ബെടുക്കൂസ് മക്കള് പുറത്തുകൊണ്ട് വെച്ചിരിക്കണ്. ഇവിടെ കേട്ടോ ഇവിടെ അതില്ലല്ലോ. ആളൊന്നുമില്ല. ഉണ്ടാവും നോക്കുക. മുമ്പിൽ പോയിക്കാം. മുമ്പിലില്ലെങ്കിൽ പിന്നെ കൂട്ടില്ല. ഇവിടെ നിന്ന് എടുത്തോ. ഇനി പോയിട്ടോ നമ്മള്. മുമ്പിലാ. എനിക്ക് ഈ മണ്ടന്മാർക്ക് അവിടെ കയ്യും കാലും പിടിച്ചിട്ട് 20 ഞാൻ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞാണ്. ഞാൻ തരൂല പറഞ്ഞിട്ട് എവിടുന്ന് നാട്ടിന്നോ പോയിരുന്നോ? പോയിന്ന് 75. ചോദിച്ചിട്ട് എന്താ പറഞ്ഞേ? തരൂലേന്നാ? തരാം. ഉണ്ടാവുമ്പോ തരൂ. അടിപൊളി അല്ലേ? ചെയ്യുന്നല്ലോ. എന്തിനാടാ അല്ലടാ ഇത് ഇതിന്റെ അല്ലേ പറഞ്ഞത് വളവുണ്ടല്ലേ, ഇത് സ്ട്രൈറ്റ് ആണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയത് ഇങ്ങനെ ചെറിയ എസ് മാതിരി ഉണ്ട്. വളവാന്നുള്ള ഇതിന് കിട്ടാതെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എല്ലടോ സ്പീഡ് കുറയ്ക്കാനോട്. അല്ലല്ല എന്താ ഒരു തീയതി ഉണ്ട്, ഒരു ഫിസിക്സ് എന്താ സംഭവം ഉണ്ട്. അതിന് വേണ്ടി അങ്ങനെ ചെയ്യണം. ആർക്കും അറിയില്ലല്ലോ. ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മതി. എന്താ ചോദിക്കാം? വോയിസ് ചോദിച്ചാ പോരെ. ജെമിനിയോട് ചോദിച്ചാ പോരെ. ഇതിന്റെ ചാച്ചിപ്പിന്റെ മലയാളം അല്ല അടിപൊളി കേട്ടോ. ജെമിനിയാണ്. ജെമിനി എല്ലാത്തിനും മറ്റേണ്ടല്ലോ. ചാച്ചിപ്പിന്റെ നമ്മളെ ഈ സാധനല്ലേ സ്പീക്കർ മൈക്ക് സംസാരിക്കണേ. പക്ഷെ കുറച്ചും കൂടി ഇത് ഉള്ളത് ജെമിനിയാണ്. പക്ഷെ ഹായ്, ഞങ്ങളിപ്പോ കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേയിലുള്ളത്. ഈ പാലത്തിന്റെ അല്ല ഈ റോഡില് ചെറുതായിട്ടൊരു എസ് പോലെ വളവുണ്ട് ഈ സൈഡിലുള്ള റോഡിന്. അത് എന്തിനാണ് വയഡക്റ്റ് എന്ന് പറയും. വയഡക്റ്റ് ഫോർ വാട്ട് പർപ്പസ്? ഇംഗ്ലീഷും മലയാളം ഹിന്ദി കൂടി ആവായിരുന്നു. ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്. சில சமயம் மழை நீர் வடிகாலாகவும் பயன்படும். நீங்க சொல்ற இடம் மராஞ்சேரி 66 ஆயிரம் வழிவேதைகள் இருக்கு. മലയാളത്തിൽ പറയോ? തമിഴാണ്. മലയാളത്തിൽ പറയാൻ പറ്റുമോ? ஒரு நிமிஷம் நான் மலையாளத்தை சொல்றேன். அப்போ நீங்க சொல்றது ஒரு வெள்ளையோ சார நிறத்தில் உள்ள டக் അല്ലെങ്കിൽ പൈപ്പ് പോലെ. ഇത് സാധാരണ മലയാളത്തിൽ പറയോ? തമിഴല്ല. തിരൂരിൽ കൂടെ പോയിട്ട് എത്തൂലേ? നമ്മള് പൊന്നാനിക്ക് അങ്ങനെയല്ല പോയി. അങ്ങനെ പോവാ. പക്ഷെ റോഡ് ഇപ്പൊ ഏതാ എളുപ്പം? തന്നെ ഇതുള്ളതുകൊണ്ട് പിന്നെ ഹൈവേ കൂടെ എത്ര പെട്ടെന്ന് ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബസ്സിന്റെ മൂട്ടിൽ പിടിച്ച് കൊറേ ഓവർടേക്ക് ചെയ്യേണ്ടി. നിങ്ങൾ കൊറേ തെരുവ് പറയും. ചെന്നൈയിലേക്ക് പോകണ 5 കിലോമീറ്റർ പോയി ആക്സിഡന്റ് 5 കിലോമീറ്റർ. പിന്നെ LNT ഉണ്ടാക്കിയ കുറച്ച് റോഡ് ഉണ്ട്. എന്താ സ്ട്രെച്ച് എന്ന് അറിയാം. നമ്മളെ അഡാസിൽ ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് വെക്കുക. എത്ര സെറ്റ് ചെയ്ത്? ഇപ്പൊ ഞാൻ 80 സെറ്റ് ചെയ്ത് 100 150 എത്രയാക്കാം. മുമ്പത്തെ വണ്ടിന്റെ സ്പീഡായിട്ട് സിങ്ക് ആയിക്കോളും. ഒരു ഡിസ്റ്റൻസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എത്ര ഡിസ്റ്റൻസിൽ വണ്ടി നിൽക്കണം എന്നുള്ളത്. അത് മാത്രല്ല സ്റ്റയറിംഗും നോക്കണ്ട. സ്റ്റയറിംഗും ലൈന് രണ്ടും ഫോക്കസ് ചെയ്തിട്ട് ലൈൻ ഇല്ലെങ്കിൽ പെടും. ലൈനോടാണെങ്കിൽ ഓട്ടോമാറ്റിക്. ഇപ്പൊ ഞാൻ കാണിച്ചത് ഈ ടേണിങ് ഈ കർവ് വണ്ടി എടുക്കണേ ക്യാമറ ഉണ്ട്, ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ട്. അല്ലല്ല കറക്റ്റാ. ഓട്ടോമാറ്റിക് ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇത് പോവും. കാരണം ഫുള്ളി പൈലറ്റ് അല്ല. പൈലറ്റ് വെഹിക്കിൾ എന്ന രീതിയിൽ നമുക്ക് എന്താ കാലാട്ട് കൊടുക്കാം. പെട്രോൾ അടിക്കട്ടാ? അടിച്ചാ ഹോട്ടലുള്ളേ റോഡ് യൂട്ടേൺ എടുത്ത് കയറണം. ഒരു റോഡിന് കയറൂലേ? ഒരു റോഡിന് നമ്മൾ കയറും. ആ റോഡ് നേരെ പോയാ പുത്തനത്താണ് എത്തും. ഇവിടുന്ന് 2 കിലോമീറ്റർ. മറ്റേത് എടുക്കാൻ വേണ്ടിയില്ല. ടോൾ കൂടി വേണമല്ലോ. കല്യാണ സീസൺ ആയ ഒറ്റൊന്നും കിട്ടില്ല. ഇപ്പൊ ഓഡിറ്റോറിയം നോക്കിയിട്ടാണ് കല്യാണം തന്നെ വിളിച്ചത്. അവിടെ കോളാ. 2 ടീമിനെ കോൾ ചെയ്യാൻ ഏൽപ്പിക്കും. ഇവിടെ ഡേറ്റ് പറയും. ഡേറ്റ് പറയുമ്പോ അവിടെ വിളിക്കും. നിശ്ചയത്തിന് പോലെ തന്നെ ഓഡിറ്റോറിയത്തിന്റെ ആൾക്കാരെ കൊണ്ടുവരും.
നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ ഓഡിറ്റോറിയത്തിനെ പറ്റി ഒന്നും പറയുന്നു. ഓഡിറ്റോറിയത്തിന് മലയാളി മലയാളി ഇവിടെ ഉണ്ട്. ഇവിടെയല്ലേ പറയണേ, മോശമൊന്നുമല്ലല്ലോ. ഓഡിറ്റോറിയത്തിനെ പറ്റി ഒരു അക്ഷരം മുട്ടരുത്. എന്താ കഥ? ചോറും മീനിലെ തിരക്കാത്തത് ഈ ഇങ്ങനെ ഇത്ര പൈസ കൊടുത്ത് ഇത്ര തിരക്കൊന്നും ചോറ് തന്നെ കൊണ്ടുപോയില്ലേ? ഞാൻ മീനോളത്തിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നത്. ഇന്ന് സൺഡേ മൺഡേ ട്യൂസ്ഡേ വീക്കെൻഡ് ഒന്നുമില്ലല്ലോ. നാലാൾക്ക് സീറ്റ് കിട്ടുമെങ്കിൽ പോട്ടെ. കുറെ നാൾ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണേ? ഇല്ല പോവാ, ഇങ്ങനൊന്നും ചോറുന്നാൻ കഴിയില്ല. പോയി പണിയൊക്കെ എത്ര സമയം വെയിറ്റിംഗ് ഉണ്ടെന്ന് നീ ആരെ ചോറും മീനും തിന്നാൻ വെച്ചിട്ട് നാടിവരം പോലും തിന്നിയ വിശന്നിട്ട് വയ്യ വെച്ചിട്ട്. ഇവിടുന്ന് ഇപ്പൊ മിക്കവാറും ഒന്നും കിട്ടണമായിരിക്കില്ല. അവര് ഇറങ്ങി പോയൊക്കെ നാലാക്കി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറെ നാളാണെങ്കിൽ അയ്യോ ഇവിടെ ചളിയാ. ഓടിക്കുന്നു. അവിടെ സിലിണ്ടർ റിവേഴ്സ് ഞാൻ തിരിച്ചു. A few moments later. ഗ്രൂപ്പിൽ കാണാൻ ചെയ്യാം. ഒരു മണിയുടെ വണ്ടി അവിടെ അല്ലടാ. ചോറും മീനും റിവ്യൂ മതി. ഫുഡ് അടിപൊളിയാണ്. ഭയങ്കര സംഭവം. പക്ഷെ സർവീസ് അടിപൊളിയാ. സർവീസ് അടിപൊളിയാ. ഇത്രയും റഷ്യന്റെ ഇടയിൽ ഒരു നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഫുഡ് ഉണ്ട്. അടിപൊളിയായിട്ട് ഫുഡ് മാത്രമല്ല എന്തും ചോദിക്കാണ്. ഇത് വേണോ അത് വേണോ ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ മാമ്പഴ പുളിശ്ശേരി അത് അടിപൊളി. ഒന്നൊന്നര സാധനം. പായസം നല്ല രസം. ഹലോ, പള്ള നിറഞ്ഞിട്ട് രക്ഷയില്ല. പഴയ സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സന്ദർശന സ്ഥലമായ ഇനി നമുക്ക് എങ്ങോട്ടാ? വാൽപ്പാറ. അല്ലല്ല, നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറാം. എഴുവാണ്ട. ഓക്കെ, വാങ്ങൊടുത്ത് 2:30 അറിയില്ല രണ്ടു കൂടിയാണ്. അല്ലടാ അസറിന്റെ കൂടെ ഇരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് റേറ്റ് സെയിം അടുത്ത പള്ളി കണ്ടാ അടുത്ത പള്ളിയിൽ 53 റേറ്റ് എന്നതില് വെച്ചിട്ട് പിന്നെ നമുക്ക് ആ ഡൈവിലേക്ക് കയറാം. റേറ്റ് എത്ര? 54 150 പാർക്കിങ്ങിന്. വാൽപ്പാറ എൻട്രി ഇല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് പോയി ഇതാവണ്ട. അല്ലടാ, 2 മോഡൽ ഉണ്ട്. അതിൽ പുതിയ മോഡല് 2 മോഡൽ. ഒരു മോഡൽ ഒരു പ്രീമിയം മോഡൽ DT1 എന്നുള്ള സാധനം. DT2 എന്നുള്ളത് നോർമൽ ബേസിക് സാധനം. ആ 2 ബേസിക് സാധനമാണ് കൊടുക്കേണ്ടത്. 200 സംതിങ് MRP ആണ് നമ്മളെ ടൈം DT2 എന്നുള്ള മോഡൽ. 7:30 കൊടുക്കേണ്ടത് വാൽപ്പാറ എത്താണ്. വാൽപ്പാറ ടൗണില്. പക്ഷെ വാൽപ്പാറ ഫോറസ്റ്റ് കയറാന് വേണ്ട വേണ്ട. മലയാളി അടുത്ത പോക്ക് നമ്മൾ എത്തൂല വാൽപ്പാറ. പോണടുത്തോട് പോയേ ഊട്ടി പോകാൻ. ഊട്ടി പോവാം. അത്ര സിമ്പിൾ. ഊട്ടിയിലേക്ക് പ്രശ്നമില്ല. രാത്രിയിൽ നിർത്തണ്ടേ? ഊട്ടിയിലേക്കുള്ള രാത്രി ഊട്ടിക്ക് പൊള്ളാശ്ശേരി പോകണ്ടല്ലോ. അത് ചുറ്റി പോകണ്ട നമ്മള്. പൊള്ളാശ്ശേരി കഴിയും, പിന്നെ മേട്ടുപാളയം കഴിയും. മേട്ടുപാളയം നിലമ്പൂർ വഴി പോയാലോ? നമുക്ക് നിലമ്പൂർ കയറാൻ ലോക്കൽ റോഡാ. അറ്റാബദ്ധ. ഞാൻ പോയത് ആയിക്കൂടെ തന്നെ വന്ന്. ഞാൻ നിലമ്പൂര് ചുങ്കത്തറ റോഡ് അവിടുന്ന് കുറച്ച് ദൂരം. പക്ഷെ ചോരൊക്കെ അടിപൊളിയാണ്. നല്ല റോഡാ. എമിറേറ്റ്സ് ഇതാണ് മറ്റാളുടെ സംശയമുണ്ട്. മജിയാക്ക് ഷെയർ ഉണ്ടായിരുന്നു. മറ്റേ മജിയാക്കിന്റെ ഒരു ചങ്ങായിന്റെ അല്ല പോലെ അളിയനെ വേണ്ട, മുത്തച്ഛനെ വേണ്ട. ഇവിടെ നമ്മൾ കാണുന്നത് പെരിന്തൽമണ്ണ വഴി നിലമ്പൂർ കയറാമെന്ന് കാണുന്നത്. മലപ്പുറം വഴി നിലമ്പൂർ കാണിക്കുന്നുണ്ട്. എന്തായാലും വിട്ടോളി, നമ്മളോട് കുത്തിരിക്കുന്നുണ്ട്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാടാ? അല്ല ടോളുണ്ടോ?
റോഡുണ്ട് നമുക്ക് തിരിച്ച് ഈ റോഡിന് പോവാം. അല്ലല്ലല്ല വെറുതെ കൊടുക്കണ്ട, അതിന് ഇഞ്ഞു കൊടുക്കണോ? 150 വെറുതെ ഈസിയസ്റ്റ് ഇതാവും. ചുട്ടുക്കാൻ നോക്കി അറിയാൻ വേണ്ടി സെൻസസ് എടുക്കണം. എന്നാ മസനഗുഡി വഴി പോയാലോ? ഇപ്പൊ 2 വേ ആണ് മസനഗുഡി. ഓ ഇത് അപ്പുറത്തെ ബ്രിഡ്ജിന്റെ അവിടെ എത്തും അല്ലേ? മനസ്സിലായി. ഇത് തിരുനവായല്ലടത്. ഇത് തിരുവനന്തപുരം ഭാരത് പോയാ പണ്ട് നമ്മള് ഞാനായിട്ട് ഇരുന്ന റൂട്ട്. എല്ലാരും പ്രശ്നോ ആരോ മറ്റേ ഇത് റോഡിലെ പ്രശ്നമാണ്. റോഡാകുമ്പോ കുഴിണ്ടാവും. പക്ഷെ അതൊക്കെ ആണെങ്കിലും നമ്മളെ കുഞ്ഞാലിക്കുട്ടി കേരളന്ന് എഴുതി ആകെ ആ എന്തേ പറ്റിപ്പോയി നമുക്ക് ഇതറിഞ്ഞവർക്ക് ടച്ച് വിട്ടേ ഇത് 10 കൊല്ലായിട്ട് പ്രതിപക്ഷത്തല്ലേ? ആവശ്യം വന്നില്ല. അല്ല ആള് എം പി എക്കാരനാ. കോളേജിലൊക്കെ പഠിച്ചല്ലേ. ഇങ്ങനെ കേരളം ചില സമയത്ത് ഒന്ന് ഇമാം ഒന്നും കണ്ട് പാത്തി തീർക്കാൻ ഞാൻ പെട്ടെന്ന് അങ്ങനെ നോക്കിയപ്പോട്ട് ആ വരി അങ്ങനെ നീണ്ടു കൈ കാലം ലാസ്റ്റ് എന്നിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുന്നിട്ടാണ് പക്ഷേ വൈകുന്ന എഗൈര പള്ളി കയറി അല്ലല്ല രാത്രിയില് ഞാനും ശരിയാക്കിയും ജനറേന്നിട്ട് വരികയാണ്. അപ്പൊ ഞാൻ ഒതു കൊടുത്തിട്ട് നേരെ കേറി അവിടെ തിരിഞ്ഞോക്കിയാ ജമാത്തൊന്നും ഇല്ല. ചെറിയ ചെക്കൻ വന്നു കൊയ്ത്തി നേരെ വന്നിട്ട് ചെക്ക ഇമാമ കൊടുത്തിട്ട് ഇന്നോട് അല്ല മറ്റേ ഇക്കാമത്ത് കൊടുത്തിട്ട് ചെക്കൻ പറഞ്ഞു ഇന്നോട് ഇമാമുക്ക. ഞാൻ പറഞ്ഞില്ല അല്ല കാക്ക വരിട്ട് ശരി പറയാൻ പറ്റുമോ അവനോടേക്ക് പോവാ ചെക്കൻ നിന്ന് എന്നിട്ട് ഞാൻ മെല്ലെ മറ്റേ പോയി ശരിയാക്കി മൊത്തം വാങ്ങിച്ചു. അയ്യേ മാനക്കേടി ഏതോ തങ്ങളുടെയാണത്. ഇത് സാധിക്കൽ തങ്ങളതാണ്. സാധിക്കൽ തങ്ങളത് ഒന്ന് പലവശത്തുള്ളത് ഹൈദരി തങ്ങളത് ഇതല്ലേ സാധിക്കൽ തങ്ങളത്. ഇതിലാണ് കേറിയിട്ട് അപ്പുറത്തുള്ളത് ഹൈദരി തങ്ങളത്. ഇതില് കേറിട്ട് റൈറ്റ് സൈഡിലുള്ളത്. ഇനി കുറച്ച് മുമ്പോട്ടായ വലതുവശത്ത് തറവാട്. തറവാട് ആണ് ഞാൻ മുമ്പ് കണ്ടതാണ്. തറവാട് വലതുവശത്ത് ഇതാരതോ ഒന്നാണോ ഇത് ഈ ബിസിനസ് ഇതാണ് തറവാട്. ഇതാണ് കൊടപ്പനക്കൽ തറവാട്. ഇതിലൊക്കെ ഉഷാറാക്കിയല്ലോ. ഇപ്പോഴും തുറന്നിട്ടുണ്ടാവില്ലേ ഗേറ്റ്? എല്ലാരും പഠിച്ചില്ലേ? അതാണ് ശിയാത്തങ്ങളുള്ള നമസ്കരിക്കാനുള്ള സ്റ്റോപ്പ്. അങ്ങനെ ഡ്രൈവർ ചേഞ്ച്, അസർ നമസ്കാരം കഴിഞ്ഞു, യാത്ര തുടരുകയാണ്. എങ്ങോട്ടാ മോനെ യാത്ര? നമ്മള് ഊട്ടിയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. തലയില്ലാ യാത്രകളാണ്. ഊട്ടിന്ന് പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളത് അവിടെ എത്തിയതിന് ഊട്ടി നിർത്തുവോ? ഊട്ടി ഇപ്പൊ എത്രയായി സമയം? സമയം നമ്മൾ പ്ലാൻ 16:04 എന്ന് പറയുമ്പോ 4:15 4 മണി. 4ഉം 5ഉം ഒരു 8-8:30 മുതൽ എത്തണം. വീട്ടില് കട്ടൻ ചായ അടിക്കാറുങ്ങ. എവിടെ വണ്ടി നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം റൂട്ടിൽ പാണ്ടിക്കാട്. ഇതിലിപ്പോ നമ്മള് EV-യിലാണ് ഓടുന്നത്. എങ്ങനെയാ മനസ്സിലാവില്ലേ? ഒന്ന് വെള്ളം കൊടുത്തു നോക്കി. EV അവിടെ കാണിക്കാനുണ്ടല്ലേ? EV ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ട്. ഇല്ലേ? പിടിച്ചു പോയാൽ നല്ല മൈലേജ് കിട്ടും. അതിപ്പോ എക്കോലാണല്ലേ? എക്കോ എങ്ങനെ മനസ്സിലാവില്ലേ? അതാ എക്കോ അത് കണ്ടില്ല, RPM-ന്റെ കണ്ടില്ലേ? ഓക്കെ. എക്കോ ആ പച്ച ലൈൻ എക്കോ അല്ലേ? മലപ്പുറം കിഴക്കേത്തേമല്ല, എന്താണ് കിഴക്കേത്തല മലപ്പുറം. നല്ല പാട്ട് കൊണ്ട് ഓഫ് ആക്കി. ജാംജൂമല്ലേ? വയനാട്ടിലൊക്കെ എന്തൊക്കെ പേരാണ് കുറെ മുമ്പുള്ള വയനാട്ടില് ദുബായ് കടത്താമോ?
കിട്ടുവോ? നാട്ടിലെ മലപ്പുറത്തല്ലേ? ആ അതില് എത്ര 30-40% ഷെയർ വരുന്ന അതെ സുബീന്റെ ആൾക്കാരുടെ തന്നെ മേജർ സാറല്ലേ? ബിസ്മി ഇലക്ട്രോണിക്സ്. അവർക്ക് മാത്രമല്ല അവരൊരു ഗ്രൂപ്പ് ഉണ്ടോ യൂണിവൈഡ് എന്ന് പറഞ്ഞിട്ട് കുഴിമന്തി എക്സ്ക്ലൂസീവ് അറ്റ് മലപ്പുറം. അവരോട് ഇങ്ങനെ എടുത്തു പറയുന്നു നമ്മള് കാണേണ്ട വഴിയില്ല ഉപ്പൊന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്താണ് പണി കൊടുത്ത 4 നൂറ്റാണ്ടോ? എന്താ പണി നമ്മള് മറ്റാളതല്ലേ എന്താണ് 55 മുക്കിലോ? ഇത് ബൈപ്പാസ് അല്ലേ? ഇത് മിനി ഊട്ടിക്കല്ലടാ അല്ലടാ ഇത് നേരെ മലപ്പുറം മറ്റേ മഞ്ചേരി റൂട്ടിൽ മലപ്പുറം മറ്റേ കോളേജ് റൂട്ടിലെത്തും അല്ലേ? കോളേജ് റൂട്ടല്ലേ? നമ്മളെ അമ്മാന്റെ വീട് മുത്തമ്മന്റെ വീട് ഇവിടെ ആണല്ലോ. ചായ കുടിക്കണ്ടേ? അവിടെ മാതൃഭൂമി ആ ചോറൊന്നും തയ്ച്ചോടോ. മൂത്തമ്മന്റെ അവിടെ അല്ലേ? അതാ മൂത്തമ്മന്റെ അങ്ങോട്ട് പോണ സ്ഥലത്തല്ലേ മാതൃഭൂമി ഉള്ളേ? നമ്മളെ മീശക്കാരല്ലേ? മരിച്ചുപോയടാ ഇവിടെ ആബിക്കന്റെ വീടാ. അല്ല ഉമ്മേ ഇമ്മോടെ ഉണ്ട്. അങ്ങോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. നല്ല മഴ. വിളിക്കുന്ന എന്താ പാടെ കിട്ടുന്ന വിളിച്ചിട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല. ചിലപ്പോ നമ്മള് ലെഫ്റ്റ് കിട്ടി കേട്ടോ. ആണെങ്കിൽ മാത്രം മതി. ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പുറ വീട്ടിലേക്ക്. അല്ലല്ലോ കോളേജ് റോഡല്ലേ? ഇപ്പൊ പോണത് മഞ്ചേരി റൂട്ടിലേക്കല്ലേ പോണേ? ആ അങ്ങനെ ഈ റോഡ് ഇവിടെ ആണ് നമ്മളെ പരപ്പനങ്ങാടിയിലുള്ള മൈമൂനത്താത്തെ ഓരോ വീട് ഇവിടെ ഉള്ളത്. അടുത്തൊരു കെട്ടുണ്ട്. ടൂ മച്ച് വഴി നമ്മളെ ഇറച്ചിങ്ങനെ കൊടുത്തു പോകും. ബോഡി ഒന്ന് ബാലൻസ് ആവണ്ടല്ലോ നമുക്ക്. വണ്ടി പോട്ടെ. അങ്ങനെ ഒരു സുഖമുണ്ട്. 7 വർഷമായിട്ട് ഞാൻ ഇവന്റെ ഇരട്ടിക അവിടെ നിർത്തിട്ടിരുന്നു വീടിന്റെ മുമ്പില്. ഞാൻ സ്കൂട്ടർ ആയിട്ട് വന്നുകാണ്ട് പതുക്കെ ഡോർ തുറന്നതാ. അതിന്റെ ഓടാമ്പല് കുറച്ച് പൊന്തിന്നില്ല. നേരെ കറക്റ്റ് പതുക്കെ പോയിട്ടുള്ളു. പോയിക്കാണ്ട് ആ ലൈറ്റിന് പോയിട്ട് അപ്പൊ ഞാൻ അവരെ വിളിച്ചു എന്താ ചെയ്യണേ? ബമ്പർ ടു ബമ്പറാ. അൽഹംദുലില്ലാ മാഫി വിളിച്ചില്ല. നമ്മളെ ബമ്പർ ബമ്പർ എടുക്കണല്ലേ? നമ്മളൊക്കെ വരാണ്ടെങ്കിൽ എപ്പോഴും എടുത്തോണ്ടി. കാറിന് എപ്പോഴും നിർബന്ധമായിട്ട് ബമ്പർ നമ്പർ 5 കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. 5 വിളിക്കാൻ കിട്ടില്ല. ഞാൻ എന്റെ സ്വിഫ്റ്റിന് ഇട്ടുള്ളവരെടുത്ത് സ്വിഫ്റ്റ് മാറ്റിനോട് ഇടക്കിടക്ക് സർവീസ് ചെയ്യാം. ഇടക്കിടക്ക് ഇത് ലെഫ്റ്റ് സൈഡില് പോട്ടെ 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 പോട്ടെ. അഡ്വക്കേറ്റ് കൂത്രാട്ട് അത് ബാബു ആണല്ലോ. ഇതാണ് വീട്. മറ്റേത് ബാബു. പോട്ടെ പോട്ടെ ഇനി പോയി മഴത്ത് നിർത്തണ്ട. നമ്മള് കർണാടകയിൽ നിന്ന് വരുന്ന സമയത്ത് കർണാടകയ്ക്ക് പോണ സമയത്ത് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കുറെ മുമ്പോട്ട് പെട്ടെന്ന് ഒരു സ്കൂട്ടറിന് മുമ്പിൽ നിങ്ങാണ്ട് നിർത്തി. സ്കൂട്ടറില് 2 അമ്മച്ചികളും ഒരു ചെക്കനും 2 അമ്മച്ചികളും ഒരു ചെക്കനും ഉണ്ട് സ്കൂട്ടറില്. നിർത്തിയ പാട് വന്ന് അപ്പൊ തന്നെ ആശുപത്രി ചാടി ഇറങ്ങിക്കഴിഞ്ഞു. ചുറ്റുക്ക് അങ്ങനെ വാതിൽ നടക്കണ്ടെങ്കിൽ ഓർക്ക് സംഗതി മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ കൊറേ ഒരു 10-15 മുമ്പറ്റേ വെള്ളം തെറിച്ചു. അതിന് ഒരു നമ്മളെ ബാക്കിൽ വന്നതാ. ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഞാൻ ചവിട്ടി വിടൂലേ. ഓനക്ക് സംഗതി മനസ്സിലായി. ഓൻ കണ്ടിരുന്നു. കാരണം ഓന്റെ സൈഡിൽ നിന്നല്ലോ ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അറിയാതെ അപ്പൊ മറ്റാള് പോയി കണ്ട് ഇതിനൊക്കെ തട്ടിയിട്ട് പോയിക്കൊണ്ട് പ്രശ്നമുള്ള ആള് തെറിയാതാക്കിയാന്നൊക്കെ പറഞ്ഞു. ആള് ഒറ്റടിക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തെറ്റ് നമ്മളാണ് ഞാൻ സോറി പറയാം. ഫസ്റ്റ് അത്ര നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കുന്നത്.
സോറി പറയാണ്ട് ഒരു അല്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴ പെയ്യുന്ന റോഡ് മുഴുവൻ കട്ടറ, കാണുന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ പ്രിഫറൻസ് ലോക്കൽസ് എന്നല്ല, കാറ് പോവാണെങ്കിൽ സ്കൂട്ടർ ഡ്രൈവർക്കാണ് അവിടെ പ്രിഫറൻസ്. ആയാലും എന്താ ഓട്ടോമേലെ ഏറ്റവും ചെറിയ പ്രിവിലേജ് ആണ് അവർക്ക്. നടക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രിവിലേജ്. ചെറിയ വണ്ടി ഏതാണോ പിന്നെ അടുത്ത അതിനായി പ്രിവിലേജ്. നീവോ പണ്ട് നമ്മള് ബസ്സിന് പോയത് ഓർമ്മ എനിക്ക് ഊട്ടിക്ക്. കോളേജ് കട്ട് ചെയ്തെന്നാ കോളേജ് കട്ട് ചെയ്തിട്ടൊന്നല്ല, ഒരു പെരുന്നാളിന് ഇതേമാതിരി ജുനൈദിന്റെ ഒരു ഹോട്ടലിൽ പോയി. ജുനൈദിന്റെ പേര് ഗൂഡല്ലൂര്. നമ്മൾ ഇതേപോലെ ബസ്സിന് വന്നല്ലേ, ബസ്സിന് വഴിക്കടവ് പിന്നെ നമ്മള് ജീപ്പിന് ഗൂഡല്ലൂര് പോയി. ഗൂഡല്ലൂര് നമ്മളൊരു സ്നേഹിതർക്ക് ഇതേപോലെ ഓൻ ഇവിടെ മലപ്പുറത്ത് ഇവിടെ വേങ്ങരയില് വേങ്ങരയുള്ള ടീമാ. ഓൻ പണ്ടേ ബിസിനസ് പരിപാടിക്കാ. ഓന്റെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ആരെന്നത് KR ബേക്കറി. പിന്നെ അവിടുന്ന് ഇതേമാതിരി വേറെ ബസ്സിനോ ജീപ്പിനൊക്കെ കൂട്ടി പോയി. അങ്ങനെ 10-30 കൊല്ലം മുമ്പാവൂലേ? 30 കൊല്ലം കഴിഞ്ഞ അവിടെ. ഞങ്ങൾക്ക് 45 വയസ്സായി. നമ്മളെ 15-18 വയസ്സിലോ 25 ഇയേഴ്സിലായിട്ടോ. 25 ഇയേഴ്സിലാക്കി. അല്ല +2 എന്ന് പറയുമ്പോ എത്രയാണ്? പ്രീ ഡിഗ്രി കഴിക്കുമ്പോഴാ പ്രീ ഡിഗ്രി കഴിക്കുമ്പോഴാ. അന്നാണ് ഇതൊരു വ്യൂ പോയിന്റിൽ പോയിട്ട്, അതായത് നമ്മളൊരു ബസ്സിൽ ഇതേമാതിരി വിളിച്ചു പോയത്. ബസ്സിൽ വേറെ ടീമുണ്ട്. കൂന്നൂര് ഊട്ടി കൂന്നൂര്. ഇവരെന്തൊക്കെ തെറിപ്പാട്ട് പാടി കുറെ കൂടെ ഉണ്ടായിരുന്നു ചെക്കന്മാര്. അപ്പഴേ ആ ഒരു പറയുന്നുണ്ട് നിങ്ങളത് പാടരുതെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് വീണ്ടും പാടി. മലയാളം അറിയാം, ആന്ധ്രക്കാരൻ കണ്ടാണ്. ആർക്കും മലയാളം അറിയാം. അടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓടിച്ചിട്ടടി ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിട്ടോ. നമ്മളൊക്കെ ദൈവമൊക്കെ മുണ്ടാതൊക്കെ തിരികെ. ഞങ്ങൾ 5 ആൾക്കാര് ഞങ്ങൾ ഇതിലുള്ളതല്ല, ഞങ്ങൾ ഈ ഏരിയയിലേ ഉള്ളതല്ല. കിട്ടണവര് അടിക്കും. അങ്ങനെ നമ്മൾ നിലമ്പൂർ അല്ലോടെ ഇടവണ്ണ അല്ലേ, ഇടവണ്ണയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിലമ്പൂരിലോട്ട് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ ഉണ്ടോ? നിലമ്പൂർ 2 കിലോമീറ്റർ. അവിടുന്ന് ഇറങ്ങിക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന ഇറങ്ങിയാലും എന്റെ അതിലൂടെ വന്നിട്ട് അതിലേക്ക് ഞാൻ മറ്റേ അൻവറിനെ ഇറങ്ങി വന്നാണ്. അല്ല അൻവറിന് എന്തായി സീൻ എന്തായി? നിങ്ങളെ ഡീലിംഗ് എന്തായി? എന്താ നമുക്കൊരു സ്ഥലം തന്നാണ്. അൻവറിനെ വിളിക്കണ്ട നിങ്ങള്? ആരെ വിളിക്കല്? നൂർദിനെ വിളിക്കില്ല, അൻവറിനെ വിളിക്കല്? നൂർദിനുണ്ടോ ഓന്റെ PA? നമ്മളോനെ ഡീൽ ചെയ്തേ. ഓനല്ല, ഓന ഇതിന് പൈസ ഒക്കെ തന്നെയല്ലോ ഇലക്ഷൻ മുമ്പായിട്ട്. സോറി കണ്ടില്ല. വണ്ടി തുടങ്ങില്ല. പിന്നെ നമ്മൾ ക്ലബിന് നമ്മളോടൊപ്പമല്ല, സ്ഥലത്തുള്ള എല്ലാവർക്കും തിരക്കാവും. പണ്ടുള്ള സെറ്റപ്പ് പള്ളി നല്ലൊരു പള്ളി നിസ്കരിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റേ പള്ളി ഉണ്ട്. അല്ലെങ്കിൽ മഹാബിന്റെ വീടിന്റെ മുറ്റത്തൊരു പള്ളി ഉണ്ട്. മഹരിബ് ഇശാന്റെ കൂടെ ഇതാക്കിക്കളാ. ജമ്മു കസറോ സുന്നി ജുമാ മസ്ജിദ്. ഇത്ര പള്ളി, അപ്പുറത്തൊരു പള്ളി, ഇപ്പുറത്തൊരു പള്ളി. പക്ഷെ അത് നമ്മളെ ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ വിട്ട ഒരു പള്ളി കിട്ടണമെങ്കിലേ തൃശ്ശൂരെത്തിയാ കിട്ടൂല പള്ളി. 1000 കൊടുത്ത് അങ്ങനെ നമ്മൾ എവിടെ എത്തി? നിലമ്പൂർ കനോലി പ്ലോട്ട്. ആളുണ്ട് നൈസ് ഓടിക്കാൻ നമ്മൾ ഇനിയുള്ളത്. ഫുള്ള് ഫുള്ള് തേക്കല്ലടാ. ചായ കുടിക്കാനുള്ള സ്ഥലം ചായ ഈ ടൗൺ ടൗൺ കയറണോ? കേന്ദ്ര വനം ഡിപ്പോ ആണോ?
ഗവൺമെന്റ് കേന്ദ്രം അരുവക്കാട് ഇവിടെ ഓപ്ഷൻ ലേലൊക്കെ നടക്കണ സെറ്റപ്പ്. കംപ്ലീറ്റ് തേക്കവിടെ. ഇതൊക്കെ നമ്മള് മുറിച്ചരാൻ പറഞ്ഞ മുറിച്ചരും. തന്നെ കണ്ട് ചെന്നാ മതി. ആദ്യം കൊണ്ടുപോയി ഇതാണ് ലേലത്തിലുണ്ടാവുക. പക്ഷെ തേക്കിന് ഇപ്പൊ മാർക്കറ്റ് കുറഞ്ഞു. ഇപ്പൊ ഇനി ഒരുപാട് ഇതായില്ലടാ, ഫുഡ് വരാൻ തുടങ്ങി. ട്രീറ്റഡ് ഫുഡും പ്ലസ് ആളുകൾ ഈ UPVC ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ ഇറങ്ങി. ചെതലിന് തേക്കായാലും നല്ലതാ, അത് മതി. നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഡിസൈൻ വരുന്നുണ്ട്. മുത്തുകാക്കന്റെ അളിയും ചെയ്യണ്ടേ? നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് PV അബ്ദുൽ വഹാബിന്റെ വീട്. ഭയങ്കര കോമ്പൗണ്ട് ആണല്ലേ. അത് അസാധ്യപരാണ്. കുഞ്ഞാലിക്കുട്ടിനെക്കാളും അസാധ്യപരാണ്. ഇപ്പൊ ഇൻഡസ് എടുത്തല്ലേ, ബ്രിഡ്ജ് വേ ഇയാളുടെ ബ്രിഡ്ജ് വേ ആളതാണ്, ഇൻഡസ് ആളതാണ്. മെഴ്സിഡസിന്റെ ഒക്കെ ഇൻഡസ് ഒക്കെ എത്ര കാലം മുമ്പുണ്ട്. തട്ടും. വാ വാ ശുരു എന്ത് ഇനിയിപ്പോ എന്താ പറയാ, നമ്മളെ അടുത്ത സ്റ്റോപ്പ് അങ്ങോട്ടേക്ക് പിന്നെയും വരിക നമ്മുടെ കാര്യം തന്നെ. ചൂടാണോ? അല്ല ഇതൊക്കെ സഹിക്കുക. അവൻ വന്നിട്ട് മുമ്പ് കൊണ്ടുപോയിട്ട് ഒരു നിർത്തലുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അത് നടുവിൽ നിർത്തുക. അല്ല അതങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്യാത്ത കുഴപ്പത്തില് നടുവിൽ സീന അറിയോ? അത് ബസാറെ കുറ്റം പറയാൻ പറ്റൂല. നടുവില് നിർത്തണേ, കാരണം സൈഡാക്കി നിർത്താൻ പറ്റൂല. സൈഡിൽ ആൾക്കാർ നിൽക്കും. വേറെ ആരും കയറി പോകരുത്. പെട്ടെന്ന് കയറാൻ വേണ്ടി ആ മൈൻഡ് സെറ്റ് ആണ് വരുന്നത്. ഓ പോയ ബാക്കിൽ വേറെ ഓര് അവിടേക്കാണ് കണ്ടിട്ട് കൊറേ കടികളൊക്കെ ഉണ്ട്. ഇവിടെ അച്ചൻസ് നല്ല ബേക്കറി ഇതിൽ ഇവിടെ 3 ഉണ്ട്. നിലമ്പൂർ, ചുങ്കത്തറ, വഴിക്കടവ്. അച്ചൻസ് നല്ല ടീമോ, നല്ല മീൻസ് ക്രിസ്ത്യൻസിന്റെ കേട്ടോ. നല്ല ക്വാളിറ്റി സാധനം. നമുക്ക് മതമില്ലല്ലോ, പ്രശ്നമില്ല. നമുക്ക് ആദ്യത്തെ തോന്നുന്നു നല്ലതെന്നാണ്. നല്ല ക്വാളിറ്റി സാധനം. മഞ്ചേരി ഇതിപ്പോ നിലമ്പൂർ എത്തിയാ? നിലമ്പൂർ ടൗൺ ഇവിടെ നമ്മള് മിഞ്ഞാന്ന് ഇവിടുന്ന് രാവിലെ തന്നെ ഇറച്ചിയും പൊറാട്ടി അടിച്ചു. കുറച്ചു മുമ്പ് അവിടെ പോണോ? പുറകടിക്കാൻ പോയി ചായ വേണി കുടിക്കാം. നല്ല പഴം. സുഷിൻ ശ്യാം പാട്ട് പാടുന്നതാ? അല്ല, പാട്ട് പാടുന്ന ആരാന്നറിയില്ല. ചിത്രമണിയല്ല പാടുന്നതോ? മഹാറാണി സിൽക്സ്. ചോറ് ഇപ്പോഴും വയറ് കിടക്കുന്നുണ്ട് ഫുള്ളായിട്ട് നല്ല ഓപ്ഷൻ. നമ്മള് ബോച്ചന്റെ മെമ്മറി ആയിരിക്കും. കൊക്കവട, ചായ. ചാലത്തെ ഒരു വീട്ടിൽ പോയി കാളികാവ് സ്ക്രാപ്പിന്റെ സ്ക്രാപ്പ് ഭയങ്കര മറ്റേ ആ പാടം അതിന്റെ ഉള്ളിക്കാട്ട് കയറിയിട്ട് വ്ളോഗാവും. അവിടെ മൂപ്പര് പരിപാടി സ്ക്രാപ്പിന് റെഡിയാ. മൂപ്പരാണ് മെയിൻ. ഏട്ടനെ ശരിക്കും കൂടെ വെച്ചെന്നുള്ളൂ. പക്ഷെ അതാണ് ആശയം. പഴയ മാതിരി ചപ്പാത്തി കമ്പനി ഒന്നും കാണില്ലല്ലോടാ. ഔട്ടായില്ലേ? ചായത്തുണ്ടല്ലോടാ അപ്പോഴും ഉണ്ട്. ഒരാൾ സർവൈവ് ചെയ്യില്ലേ? ബാക്കിയുള്ളതൊക്കെ തീരുമാനമായി പോകും. ദീക്കൂടാട്ടോ പോവാ അങ്ങോട്ട് വെച്ചോടത്തേക്ക് നമ്മള് പോയാ. ദീക്കൂടെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്തി.
ഫലാഫിലും അതേമാതിരി ഇതിലെ പോലെ ഇത് കാളികാർ റോഡല്ലേ? കളികാവ് റോഡ് ഇപ്പൊ മുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ മയ്യത്തുണ്ടായിരുന്നത്. ഫലാഫിൽ അതേമാതിരിയാണ്, ഒന്നും അതേമാതിരി പോയി. ശോഭിക വെഡിങ്സ്. നമുക്ക് ഒരു കത്തി പില്ലറും വാങ്ങാം. വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടുക്കുക. ബക്കീസ് ഫ്രൈഡ് ചിക്കൻ. ഗൾഫോൺ ഡിജിറ്റൽ ഹബ്. ഇപ്പൊ യൂസർ നെയിം സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ അവർക്ക് നമ്പർ കൊടുക്കാതെ യൂസർ നെയിം കൊടുത്താൽ മതി. സേവ് ചെയ്യാണ്. പക്ഷെ അതിപ്പോഴും സെൻട്രലിൽ എന്തൊരു ഇതൊന്നുമില്ല, വെയിറ്റിംഗിലാണ്. പക്ഷെ നമുക്ക് യൂസർ നെയിം നമുക്ക് റിസർവ് ചെയ്യാം. ഇത് വെച്ചിട്ടാ അല്ലല്ല, അപ്പൊ എന്റെ യൂസർ നെയിം ഞാൻ ഉണ്ടാക്കിയാണ്. ഇനിയിപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ പേര് കൊടുത്താൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്സാപ്പിൽ യൂസർ നെയിമിന്റെ ഇന്ത്യയിലെ കൊണ്ടുവരുന്നില്ല, എന്തോ പ്രശ്നമില്ലല്ലോ. ആരോ വള്ളി ഇട്ടിട്ടുണ്ട്. ശരി, മൊത്തം അടിച്ചു പൊറുക്കി അന്വേഷിക്കണല്ലോ. നമ്മൾ കമ്പനിക്കാരൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ഓട്ടോമാറ്റിക് എടുക്കാട്ടതല്ലേ കഴിയൂല. എടുത്ത കാല് പണിയായി. മറ്റേ ഈ സാധനം ഉണ്ടല്ലോ ക്ലിയറൻസ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്തില്ല. അത് കൊറേ എങ്ങനെ എടുക്ക് പൂട്ടും. അത് ഇറക്കി കൂട്ടും. ക്യാരൻസിന് മറ്റേ ഇതില്ല, ഗിയർ സോറി ക്ലച്ച് ഇല്ല. മറ്റേ എംടിയാ. ആ സാധനമാണ് സംഗതി. കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു കൺഫ്യൂഷൻ നല്ല പണി. ഡീസലിന് എന്തോ ഒരു പമ്പിങ്ങിന്റെ പ്രശ്നമില്ല. എന്താണ് CDF എന്തോ ഒരു സാധനം പറഞ്ഞു. അത് നന്നാവണേ. 45,000 അത് വാറന്റി ഉള്ളടാ. അവര് മാറ്റിട്ട് 2 പ്രാവശ്യം കണ്ട് മാറ്റി, എന്നിട്ടും ശരിയാണില്ല. അപ്പൊ ആ ഒരു സീരീസിൽ ഇറങ്ങിയ വണ്ടികൾക്ക് മൊത്തം ഈ കരാറുണ്ടല്ലോ. ഒരു റീകോൾ ചെയ്യല്ലോ. ഒരു എന്താ ചെയ്യണമെന്നറിയില്ല. പുതിയ വണ്ടിക്ക് പുതിയ വണ്ടി തരാൻ പറഞ്ഞു. ഈ സാധനം ഞാൻ ഓടിച്ചിട്ടേ എനിക്ക് അതിന് 6 ഗിയർ ഉണ്ട്. പിന്നെ ഗിയറിന്റെ ഈ സിസ്റ്റം മൊത്തം ഡിഫറെന്റാ. റിവേഴ്സ് മോളില് 1 2 3 4 5 6 ആണ്. ഇത് നമുക്ക് ശരിയായി കിട്ടണ്ടേ. ഒന്നിലിട്ട് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് പോയി വിടും. നമ്മളിപ്പോ ഡൗൺ ആയി നിൽക്കുമ്പോ ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് പോയി ചാടും. ഫസ്റ്റിലേക്ക് ഇടാൻ ഫസ്റ്റ് 3ന്റെ ഇതിന്റെ റിവേഴ്സിന്റെ ഇടയിലാണ് ഈ ഫസ്റ്റ് എടുക്കുന്നത്. ഭയങ്കര ചൊറ. പക്ഷെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ ശരിയായി. അത് കഴിഞ്ഞ് ഞാൻ അൻ്റെത് ഓടിച്ചപ്പോ എനിക്ക് കഴിച്ചു വിട്ടാതെ ഞാൻ കീറിടും. മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഓട്ടോമാറ്റിക് 3 ഉണ്ട് ഇവിടെ. AMT, DMT, CVT. അല്ല ഇത് DMT എന്തല്ലേ കാരൻസ്? ഇത് പ്യൂറ്. എന്ത് DMT ഇത് പണി കൂടും മറ്റേനൊക്കെ. ഇതിനൊക്കെ പണി ചൊറയാൻ. പക്ഷെ ഓട്ടോമാറ്റിക് പ്രശ്നമൊന്നുമില്ല. ഫുൾ ഓട്ടോമാറ്റിക് ആണ് AMT. ചാത്തു മേനോൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. വലിയ തേക്കുള്ള സ്ഥലം കഴിഞ്ഞ് ചെറിയൊരു മുറിച്ചെടുക്കാൻ പറ്റുമോ? അതാണ് ചെറിയൊരു ഫോറസ്റ്റ് കയറുമ്പോ ഇപ്പൊ ഒരു ഫോറസ്റ്റ്. ഈ സൈഡൊക്കെ ഫോറസ്റ്റ് അല്ലേ ഇപ്പൊ? ഇത് ഫോറസ്റ്റ് ആയിട്ടില്ല. ഫോറസ്റ്റ് മറ്റേ നമ്മൾ കയറും മറ്റേ ചെറിയ ഫോറസ്റ്റ്. ഇതെങ്ങനെ ഫോറസ്റ്റ് ആവാ? ഫോറസ്റ്റ് നമ്മൾ കയറാൻ പോകണം. നമ്മള് കൊറോണയുടെ സമയത്ത് ക്വാറന്റൈൻ. അല്ല ഇപ്പൊ ഈ ഇതൊക്കെ കംപ്ലീറ്റ് ലൈന് മാറ്റിട്ട് കേബിൾ ആക്കി അല്ലേ? കേബിളാക്കി. നമ്മളവിടൊക്കെ കേബിളാക്കി. നമ്മളവിടൊക്കെ കേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തട്ടിമുട്ടിക്കാണ്ടുള്ള ഉണ്ടാവില്ലേ? ഉണ്ടാണ് പാസ് ഫ്രീയാ. പാസ് ഫ്രീ ആണ്. ഇവിടെ പ്രശ്നമുണ്ടോ? ആ 2 ബോട്ടില് കുറച്ച് നാടുകാണി മാറ്റിച്ചായി. ഈ ബോട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ആ ബോട്ടിലും പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ? അതിലൊരു ബോട്ടിലില്ലേ പ്ലാസ്റ്റിക്? മന്ത്രിമാര് ഇവിടെ വരാണ്. ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ VW വിശ്വാസം ഉണ്ടാവില്ല. ഇതുണ്ടാവും, ഫോറസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗവൺമെന്റ് ത്രൂ ഉള്ള സാധനമാണ്. ദൂരെയുള്ള ഇവിടെ എവിടെ കൊണ്ടുവന്നിട്ടല്ല മറ്റേ സൂര്യനെല്ലിയിലെ ആ പുള്ളിന്റെ അവിടെ നിന്ന് താമസിച്ച് മറ്റേ ഹോട്ടലിലോ അവരൊരു വില്ല മറ്റു സംഭവം. എത്ര
അതിന് 3500. അത് കിട്ടൂല നമുക്ക്. ഇന്ന് കിട്ടുന്ന ഇന്ന് വീക്കെൻഡ് ഒന്നും അല്ലല്ലോ. റൂം അല്ലെങ്കിൽ കിട്ടാൻ പറ്റുന്നില്ല. നീ റൂം കിട്ടും വീക്കെൻഡില്ലാത്ത. നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു നമ്മൾ ലേറ്റായി കുറച്ച് ലേറ്റായി ഭക്ഷണത്തുമ്പോൾ ഒരു 8 മണി ഉറങ്ങി പോവോ? വൈകുന്നേരം എത്തിയാലും ഓക്കെ. 16ാമത്തെ ദിവസം നാളെ എന്റെ ടിക്കറ്റ് ഉണ്ട് ഓൾറെഡി എന്റെ കയ്യിൽ ജസീറന്റെ. ഓക്കെ, പക്ഷെ പെട്ടെന്ന് പോയിട്ട് തീരുമാനിച്ച് ഇന്ന് രാത്രിയിൽ അടക്കുകയാണ്. പോയിട്ട് എയർപോർട്ട് അടിക്കും. അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചെയ്ത് എയർപോർട്ടിൽ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചില്ല അങ്ങനെ കിടക്കാണ് സ്ഥിതി. എന്നോട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന എയർപോർട്ടിൽ പോയി നോക്ക്, അവിടെ ഏതെങ്കിലും ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോരുക. രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഞാൻ പോയി ചെയ്ത് തിരിച്ചു വരും. ഒന്നും പറഞ്ഞില്ല. ഒരു കാർഡല്ലേ, ചാവിയല്ലല്ലോ, കാർഡല്ലേ. കാർഡിന്റെ പോക്കറ്റിലിട്ട് ഞാൻ നേരെ പോയി. ബാവുണ്ടേ നമ്മളെ ചെറിയ. അപ്പം ആദ്യം ഇതിൽ പോയി എമിറേറ്റ്സിൽ. ഫുള്ളാണ്, നോക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫ്ലൈ ദുബായ് അങ്ങനെ ഇതിലൊക്കെ പോയി ലാസ്റ്റ് ഇതിൽ ജസീറയിൽ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അതിൻ്റെ ജസീറയിലുള്ള ഒരു സ്റ്റാഫിനെ കിട്ടി. അയാൾ അങ്ങനെ തേരാപ്പാര നടക്കുമ്പോൾ ആളെ കണ്ടതാണ്. എന്തെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ വലിയ സ്ഥലം വന്നിട്ട് എൻ്റെ ജോലി പോകും. അതും പറഞ്ഞു ഓൾറെഡി ടിക്കറ്റൊക്കെ ഫുള്ളാണ്. ഒരു കാര്യം ചെയ്യും, അതിൻ്റെ സമയമാകുമ്പോൾ 4 മണിക്കാണ് വൈകിട്ട്. സമയമാകുമ്പോൾ ഞാൻ നോക്കാതെ എത്ര ആവും പൈസ എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പൈസ ഉണ്ടോ എൻ്റെ കയ്യിൽ ചോദിച്ചു. നോക്കാം. അങ്ങനെ ആ സമയമായപ്പോൾ മൂപ്പര് ഇവിടെ പാസ്പോർട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ പാസ്പോർട്ട് ഇങ്ങനെ വെച്ച് കിട്ടുകയാണ്. നമ്മൾ ഇറച്ചിപ്പീടിയെ പോയാൽ 10 രൂപയ്ക്ക് ഇറച്ചി തരഞ്ഞിട്ട് ഇങ്ങനെ കൈ കാട്ടൂലേ, അതേമാതിരി ഇതാ ഞങ്ങൾക്ക് പോണോന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അടിപിടി. ആൾക്കാരാ എത്ര ആൾക്കാർ കുടുങ്ങിനടാ. അയാള് പറഞ്ഞു 12,000 dirhams ക്യാഷ്, നോ കാർഡ്. ഇപ്പൊ ആരെടുത്തുണ്ടോ? യെസ്, എന്നോട് പറഞ്ഞ്. അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് സമയം വേണം പറഞ്ഞു. എനിക്ക് ഇവിടെ പറഞ്ഞ് 1/2 മണിക്കൂർ സമയം. അപ്പൊ ബാക്കി പൈസ ഒരിക്കലുണ്ടാവില്ല ഇത്ര പൈസ കാശ് പൈസ ആയിട്ടല്ലേ വാങ്ങി. പൈസ ആയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അഴിമതിയായിരിക്കും. അപ്പൊ ഒരു 2000 ഉണ്ടാവുമായിരിക്കും. ബാക്കി വരണുള്ളൂ. ഇത് പൈസ എങ്ങനെ അറേഞ്ച് ചെയ്ത്? ബാവുണ്ടെന്ന് കമ്പനി ഞങ്ങൾക്ക് പൈസ റീഇംബേഴ്സ് ചെയ്തോ? ഞാൻ അപ്പൊ അവിടുന്ന് വിളിച്ച് കമ്പനിയില് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. 12,000 dirhams കൊടുക്കണം, എന്താ ചെയ്യേണ്ടി വെച്ച്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആണെങ്കിൽ എനിക്ക് ഇതാണ് കമ്പനി ടിക്കറ്റാണ് എടുക്കേണ്ടത്. എനിക്ക് പൈസ തരില്ലല്ല. ഞാൻ വെച്ചിട്ടേ എന്ത് ചെയ്യാനാണ് എടുത്തോ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ബാവുന് ട്രാൻസ്ഫർ ചെയ്തു. റൂമിൽ എത്തിയിരിക്കുന്നു. സിംഗിൾ റൂമിൽ 4 പേര്. Welcome to hood, pull it chill, kara they will wonder do, make go gang.